ബഹ്റൈനിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം. ബഹ്റൈനിലെ സാഹചര്യം നിലവിൽ ഗുരുതരമായി തുടരുകയാണ്. ആളുകൾ പരിഭ്രാന്തിയിലാണ്. നേരത്തെ ഇന്ന് രാവിലെ 11:45 തുടങ്ങിയ മിസൈൽ ആക്രമണം ഇപ്പോൾ രാത്രി 8 മണി, ഏകദേശം 8 മണിയായി. 8 മണി സമയത്തേക്ക് അത് ഡ്രോൺ ആക്രമണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ US നാവിക ആസ്ഥാനത്തേക്ക് മാത്രമാണ് ആക്രമണം നടന്നിരുന്നതെങ്കിൽ ഡ്രോൺ ആക്രമണത്തിലേക്ക് കടക്കുമ്പോൾ ബഹ്റൈനിലെ താമസ കെട്ടിടത്തിലേക്കും ഈ ആക്രമണം വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോഴുള്ളത് ഹൂറയിലാണ്. ഇതിന് തൊട്ടടുത്തുള്ള ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിലാണ്, ഇറാ ടവർ എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 30 നില കെട്ടിടത്തോളം വരുന്ന ആ കെട്ടിടത്തിൽ അതിന്റെ ഏറ്റവും മുകളിലായാണ് ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത്. അതിന് പിന്നാലെ സീഫിലെ റെസിഡൻഷ്യൽ ബിൽഡിംഗിലും ഈ ആക്രമണം നടന്നിരിക്കുന്നു. അങ്ങനെ തുടർച്ചയായി ഇപ്പോൾ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം മനാമയിലെ നിരവധി കെട്ടിടങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടേക്കെല്ലാം സിവിൽ ഡിഫൻസിന്റെ സംഘവും സുരക്ഷാ അധികൃതരുമൊക്കെ ഓടിയെത്തുന്നുണ്ട്. ഇവിടെ ഈ ആക്രമണം നടന്ന ഇടങ്ങളിലൊക്കെ നേരത്തെ മുന്നറിയിപ്പില്ലാതിരുന്നത് കൊണ്ട് തന്നെ ആക്രമണം നടന്ന ഉടൻ തന്നെ അധികൃതരും ബാക്കി സംഘങ്ങളും എല്ലാം എത്തി അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. ഇതുവരെ കാഷ്വാലിറ്റിയോ പരിക്കോ മറ്റു മരണമോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതാണ് നിലവിൽ ബഹ്റൈനിലെ അവസ്ഥ. നമ്മുടെ ഇതിനിടയിൽ തന്നെയും ഡ്രോണ് ആക്രമണം നടക്കുന്നുണ്ട്. മനാമയിലെ വിവിധ കെട്ടിടങ്ങളിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട് ആക്രമണം നടക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളെല്ലാം ഈ ആക്രമണം നടക്കുന്നുണ്ട്. എല്ലാവരും പരിഭ്രാന്തരാണ്. സുരക്ഷാ മുന്നൊരുക്കങ്ങളുമായി സിവിൽ ഡിഫൻസ് അടക്കമുള്ള സംഘങ്ങൾ റോഡുകളിലുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിത സ്ഥലത്തേക്ക് മാറണമെന്നുമാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശം. ഏതായാലും ബഹ്റൈനിലെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അവിടെ സ്ഥിതി കൂടുതൽ രൂക്ഷമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രോൺ ആക്രമണം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്.